സാറിന് മനസ്സിലായി കാണൂലല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. എനിക്കൊരു ഫോൺ ചെയ്യാൻ പറ്റുമോ? You have to hand over your guns. ഞാൻ ചെയ്തത് എന്താണെങ്കിലും അത് സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. ഞാനും അതേ സിസ്റ്റത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യം ഹാപ്പിയല്ല. മുഴുവൻ ഡിപ്പാർട്ട്മെന്റിനും നാണക്കേടാ. പക്ഷേ സർ, നാരായണ പസാരി വലിയ പേരെടുത്ത ഓഫീസറല്ലേ? പല സമയങ്ങളിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അങ്ങ് വാനോളം പുകഴ്ത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പം അദ്ദേഹം എന്തിനിങ്ങനെ ചെയ്യണം? മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. പക്ഷേ സർ, അത് പിന്നെ അധികാരം, പൈസ, പവർ, ദുരാഗ്രഹം മനുഷ്യനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പ്രസാരിയുടെ ആഗ്രഹങ്ങൾ. അദ്ദേഹത്തെ മാറ്റിക്കാണുമോ എന്തോ? അദ്ദേഹം ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റേ ഉണ്ടാവില്ല എന്ന അഹങ്കാരം വന്നിട്ടുണ്ടാവാം. എന്തെന്നാ താനാണ് സിസ്റ്റം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അറസ്റ്റല്ലേ ചെയ്തിട്ടുള്ളൂ. കോർട്ടിൽ ഇനി എന്താ സംഭവിക്കാന്ന് ആർക്കറിയാനാ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നീ പസാരിയുടെ ആളാന്ന് തോന്നുന്നുണ്ട്. അത് ശരി, യു ആർ സോ ഇന്റലിജന്റ്. വിക്രം, മീന പറഞ്ഞതാണ് ശരി. ഏതൊരു വ്യക്തിക്കും സ്വയം ഡിസിഷൻ എടുക്കാനുള്ള പവർ കൊടുക്കരുത്. അതാണ് നമ്മുടെ സിസ്റ്റത്തിലെ പ്രത്യേകത. അതുകൊണ്ടാണ് നീതി നിലനിർത്താൻ വേണ്ടി ഇത്രയും ലെവൽസ്, ഇത്രയും പ്രൊസീജിയേഴ്സ്. ഡാഡി, എന്റെ ഫ്രണ്ട്സൊക്കെ ടിവിയില് പസാരി അറസ്റ്റ് ചെയ്തത് കണ്ടിട്ട് ഡാഡിയുടെ മോളായോണ്ട് എന്നെ ഹീറോ ആയിട്ടാ കാണുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഡാഡി, ഇന്നലെ രാത്രി ഞാൻ എന്റെ മമ്മിയെ കണ്ടു. എവിടെ? സ്വപ്നത്തിലോ? അല്ല, ആകാശത്തൊരു നക്ഷത്രമായിട്ട് കണ്ടു. ആ നക്ഷത്രം മോളുടെ അമ്മയാണെന്ന് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാലോ, മമ്മിക്കും ഡാഡി എത്ര വലിയ കാര്യം ചെയ്തെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 3 പേർക്കും പാർട്ടി. താങ്ക് യു മോളു. ഡാഡിക്ക് അറിയോ, ഇപ്പൊ മുഴുവൻ മുമ്പേയും ഡാഡിയെ കുറിച്ച് സംസാരിക്കുന്നേ. ഈ കാര്യം ഹാപ്പിയല്ല. മുഴുവൻ ഡിപ്പാർട്ട്മെന്റിനും നാണക്കേടാ. പക്ഷേ സർ, നാരായണ പസാരി വലിയ പേരെടുത്ത ഓഫീസറല്ലേ? പല സമയങ്ങളിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അങ്ങ് വാനോളം പുകഴ്ത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പം അദ്ദേഹം എന്തിനിങ്ങനെ ചെയ്യണം? മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. അധികാരം, പൈസ, പവർ, ദുരാഗ്രഹം മനുഷ്യനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പ്രസാരിയുടെ ആഗ്രഹങ്ങൾ. അദ്ദേഹത്തെ മാറ്റിക്കാണുമോ എന്തോ? അതിരിക്കട്ടെ വിക്രം, ഈയിടെയായിട്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു നീ. പ്ലീസ് ഡോണ്ട് ടെൽ മീ യു ആർ ഗെറ്റിംഗ് മാരീഡ്. നിന്നെ കണ്ടതിന് ശേഷം ജീവിതത്തിൽ ഒരു പെണ്ണിനെയും ഞാൻ കല്യാണമേ കഴിക്കാൻ പാടില്ലെന്ന് ഡിസൈഡ് ചെയ്തു. എന്നുവെച്ചാ ആണിനെയാണോ കെട്ടാൻ പോകുന്നത്? വിക്രം, നീ സംഭവം വേറെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ മാഡം, It's okay. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. Chill. I'm coming. ബൈ വിക്രം. ബൈ. ബോസിന്റെ അടുത്തുനിന്ന് ഫോൺ വന്നിട്ടുണ്ട്. ബോസ് എവിടെയല്ലേ ഉള്ളത്? ശരിക്കുള്ള ബോസ്, വൈഫ്. റൈറ്റ്. ഇവന്റെ ഒരു കാര്യം. ശരിയെന്നാ, ഞാൻ ഇറങ്ങാണ് ബോസ്. ഞാനും വരുന്നുണ്ട്. ഓക്കെ, ബൈ. ബൈ. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ. ബൈ ഗൈസ്, ഡ്രൈവ് സേഫ്. ഹേയ്, നോ ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ്. കോൾ എ ടാക്സി. ഓക്കെ സാർ. ഹേയ്, പതുക്കെ. പതുക്കെ വരുന്നത് സ്വപ്നലോകം. ഈ മീനയ്ക്കുള്ളത് യൗവന ലോകം. ഈ ദേവിക്ക് വേണ്ടത് സല്ലാപം. നീയും നിന്റെ ഒരു കവിതയും. ഞാൻ പോവാ.
ഹേ വെയിറ്റ് വെയിറ്റ് മീന പ്ലീസ് ശിവ പ്ലീസ് കം ഓൺ ലെറ്റ് മീ ഗോ. പ്ലീസ്. പുറത്ത് ക്ലൈമറ്റ് ശരിയില്ല. ഇന്ന് നിനക്ക് ഇവിടെ നിന്നൂടെ? ആസ് എ പോലീസ് ഓഫീസർ നിന്നെ ഒരു വിധത്തിൽ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയും ഞാൻ. കൊല്ലട്ടെ. കൊല്ലേ? നോട്ട് യു, നിന്റെ ഈ മൈൻഡിനെ. എപ്പോ നോക്കിയാലും എന്തേലൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. യു നോ വാട്ട്, എന്റെ ഡിവോഴ്സിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ? I couldn't love him at all. മീന, ലവ് ജസ്റ്റ് ഹാപ്പൻസ്. ഹലോ പ്രസാദ്, എങ്ങനെയുണ്ട്? ഹാങ് ഓവർ ഒന്നും ഇല്ലല്ലോ അല്ലേ? വാട്ട് അബൌട്ട് ജോൺ? ലേറ്റായി പോയതല്ലേ? ബോസ് വഴക്ക് പറഞ്ഞോ എന്തോ? ആ വിറ്റ്നസ് സ്വാമിയെ വളരെ സൂക്ഷിച്ചു വേണം കോടതിയിലേക്ക് കൊണ്ടുവരാൻ, കേട്ടോ? ബി കെയർഫുൾ, ഓക്കെ? ശിവാജി, വാട്ട് കമ്മിങ്? അങ്ങോട്ട് നോക്ക്. ജസ്റ്റ് വെയിറ്റ് ഹിയർ. സ്വാമിയെ കൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. സ്വാമിന്റെ കൊലപാതകത്തിൽ എന്തായാലും പസാരിക്ക് ഒരു പങ്കുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ ലോക്കപ്പിലായിരുന്നത് കൊണ്ട് അവനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡെഡ് ബോഡി എന്തിനാണ് അവിടെ കൊണ്ടിട്ടത്? എവിടെ ഉണ്ടെങ്കിലും എന്ത് വേണം ചെയ്യാൻ പറ്റുമെന്ന് വാർണിംഗ് തരാൻ തന്നെ. എനിക്കെന്തോ ഇത് ആരോ വേണമെന്ന് വെച്ച് പസാരിയെ കൊടുക്കാൻ ചെയ്യുന്നതാന്നാ തോന്നുന്നത്. ആരാണെങ്കിൽ ഇതിന് കാരണം പസാരിയാണെന്ന് വിചാരിക്കൂ. അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയായിരിക്കും മേ ബി ഇത് ചെയ്യുന്ന ആളുടെ ഇന്റൻഷൻ എന്ന് തോന്നുന്നു.